കണക്കുകൂട്ടലും വിലയിരുത്തലൊക്കെ പൂർത്തിയാക്കി കഴിഞ്ഞോ? എല്ലാം പൂർത്തിയാക്കി കഴിഞ്ഞു. ഞങ്ങൾ നല്ല കോൺഫിഡൻ്റ് ആണ്. വലിയ വോട്ടിന് UDF അധികാരത്തിൽ വരും, വലിയ സീറ്റിന്. പ്രതിപക്ഷ നേതാവ് പറയുന്ന 100 എന്ന മാജിക്കൽ സംഖ്യയിലേക്ക് തന്നെ എത്തുമോ? അത് പോയാൽ അത്ഭുതപ്പെടേണ്ട. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ UDFന് അനുകൂലമായ ട്രെൻഡാണ് ഉള്ളത്. ലീഗിൻ്റെ കാര്യത്തിൽ ലീഗിനും നല്ലത് തന്നെയാണ്. കാരണം ഞങ്ങൾക്ക് തോൽക്കുന്ന സീറ്റ് എന്ന് പറയാൻ എഴുത്തള്ളാകുന്ന ഒരു സീറ്റും ഇപ്പോൾ ഞങ്ങൾ നോക്കിയിട്ട് കാണില്ല. അപ്പോൾ നല്ല വിജയപ്രതീക്ഷയാണ് ഓരോ സീറ്റിലും. അതുകൊണ്ട് തന്നെ ഒരു ചരിത്രപരമായ നേട്ടം ലീഗിന് സീറ്റിൻ്റെ കാര്യത്തിൽ പ്രതീക്ഷിക്കാം. തെക്കൻ കേരളത്തിലേക്കുള്ള സീറ്റുകളുടെ കാര്യത്തിലും ഇത് തന്നെയാണ്. അവിടെയാണ് ഏറ്റവും അധികം അനുകൂല വേവ് ഉള്ളത്. അതുകൊണ്ട് അവിടെ ഒക്കെ ജയിക്കും. കോൺഗ്രസിൽ പരസ്യമായും രഹസ്യമായൊക്കെ ചർച്ചകൾ നടത്തുന്നു, മുഖ്യമന്ത്രി ആരാകണം എന്നൊക്കെ. ലീഗിന് അങ്ങനെ ഒരു അഭിപ്രായം ഉണ്ടോ ഒരു വിഷയത്തിൽ? അതെ, അത് പിന്നെ കോൺഗ്രസ് ചർച്ച ചെയ്യേണ്ട വിഷയം കോൺഗ്രസ് ചർച്ച ചെയ്യട്ടെ. ഞങ്ങൾ ചർച്ച ചെയ്തിട്ട് പറയേണ്ട വിഷയം ഞങ്ങൾ സമയത്ത് പറയാം. പലതവണ ചോദിച്ചിട്ടുള്ളതാണ്, മറുപടി പറഞ്ഞിട്ടുള്ളതാണ്. ഉപമുഖ്യമന്ത്രി സ്ഥാനം എന്നൊരു ആവശ്യം ഉണ്ടാവുമോ? ചോദ്യത്തിനുള്ള ഉത്തരങ്ങളെ ചോദ്യത്തിൽ തന്നെ ഉണ്ട്. പല പ്രാവശ്യം ഞങ്ങൾ പറഞ്ഞാൽ ഇനി മറുപടി പറയേണ്ട ആവശ്യമില്ല. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഈ ക്രൈസ്തവ സഭയുമായി ബന്ധപ്പെട്ട് BJPയിലുള്ള ഷോൺ ജോർജും PC ജോർജും ഒക്കെ ഉന്നയിക്കുന്ന ആക്ഷേപങ്ങൾ, ആരോപണം കണ്ടിട്ടുണ്ടാവുമല്ലോ. അല്ല, അത് ഞാനതിനെ പറ്റി പറഞ്ഞു. ഞങ്ങൾക്ക് അവരോട് എന്നും സൗഹൃദമാണുള്ളത്. അതിലൊരു കാലത്തൊരു മാറ്റമില്ല, ഇനിയും ഉണ്ടാവില്ല. അത് സ്ഥായിയായതാണ്. ഈ സ്ഥായിയല്ലാത്ത താൽക്കാലിക പിന്തുണയായിട്ട് വന്നവർ അപ്പോൾ പറയും, പിന്നെ പറയില്ല. അത് അവർക്കറിയാം, ഞങ്ങൾക്കും അറിയാം. അതുകൊണ്ട് ഞങ്ങൾക്ക് ഞങ്ങളുടെ കാര്യമല്ലേ പറയാൻ പറ്റുള്ളൂ. എന്നും അവരോട് നല്ല സൗഹൃദം. ശരി. താങ്കളടക്കം UDF ക്യാമ്പ് വലിയ ആത്മവിശ്വാസം പറയുന്നു. ഇതേ ആത്മവിശ്വാസം ഉണ്ടെന്നാണ് LDF 3.0 ലോഡിംഗ് എന്നാണ് ഇപ്പോഴും പറയുന്നത്. അവർക്ക് ആത്മവിശ്വാസമൊന്നും ഇല്ല, വെറുതെ പറയുന്നതാണ്.